Yes friends, welcome to Hair Transfer Safari, welcome to Monsoon Series result number 2. ഇന്നത്തെ റിസൾട്ട് എന്നുള്ളത് പ്രത്യേകത ഇതിൻ്റെ ഹെയർ ലൈനാണ്. ഞാൻ ഫസ്റ്റ് തന്നെ പറയാം, കാരണം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ട്രാൻസ്പ്ലാന്റ്, ഇയാളുടെ ഫേസ് മാറിപ്പോയി യങ്ങായി, അല്ലെങ്കിൽ ആ ഒരു മുഖത്തിന് ചേരുന്ന ഒരു ഹെയർ ലൈൻ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് നമ്പർ 1 സക്സസ് എന്ന് പറയാം. കാരണം പല ആൾക്കാർ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ എന്തിനാണ് ഈ അദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്യിപ്പിച്ചതെന്ന് തോന്നിപ്പോവും. അങ്ങനത്തെ ഹെയർ ലൈൻ കൊടുക്കുന്ന ആൾക്കാർ, അത് ഡോക്ടർമാരുടെ ഒരു സ്കില്ലാണ്. ഓക്കെ, ഞാൻ ഇദ്ദേഹത്തിൻ്റെ പ്രീവിയസ് ഫോട്ടോ കാണിക്കാം. സീ ദിസ് കഷണ്ടി, നല്ലപോലെ കഷണ്ടി ഉണ്ട്, നല്ല ഡോണർ ഏരിയ ഉണ്ട്, ഫുൾ ഹെഡ് കഷണ്ടിയാണ്. ഓക്കെ, ഇദ്ദേഹത്തിന് കൂടുതലും വൈറ്റ് ഹെയർസാണ് തലയിലുള്ളത്. സോ ഇങ്ങനത്തെ ഒരു കേസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഹെയർ ലൈൻ ഡ്രോയിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഹെയർ ലൈൻ ഡ്രോ ചെയ്ത ഫോട്ടോ കാണിക്കാം. ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന ഗ്രാഫ്റ്റ് 4200 ഗ്രാഫ്റ്റാണ്. കാരണം ഗ്രാഫ്റ്റിൻ്റെ ക്വാളിറ്റി നല്ലതായതുകൊണ്ട് ഓരോ ഗ്രാഫ്റ്റിലും മൾട്ടിപ്പിൾസ് ഉണ്ടായിരുന്നു. സോ ഗ്രാഫ്റ്റിന് എണ്ണം അത്ര മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു തലക്ക് കംപ്ലീറ്റ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 5500 6000 ഗ്രാഫ്റ്റ് എന്തായാലും വേണം. അതിൽ വേറൊരു പദ്ധതി ഞാൻ പറയാം. ഒരു ഗ്രാഫ്റ്റിൽ എത്ര മുടി, അത് എത്ര ഫോളിക്കിൾസ് ഉണ്ടെന്ന് നോക്കും. അതായത് ഒരു ഗ്രാഫ്റ്റിൽ എത്ര ഫോളിക്കിൾസ് ഉണ്ടെന്ന് നോക്കും. ചിലപ്പോൾ 1 ഉണ്ടാവാം, 2 ഉണ്ടാവാം, 3 ഉണ്ടാവാം, ചില 5 ഉണ്ടാവാം, 6 മാക്സിമം 6 വരെ ഉണ്ടാവാം. അപ്പം നമ്മൾക്ക് കൂടുതൽ മൾട്ടിപ്പിൾസ് കിട്ടിക്കഴിഞ്ഞാൽ ഗ്രാഫ്റ്റിന് എണ്ണം കുറവ് മതിയാവും. സോ അതുകൊണ്ട് 4200 ഗ്രാഫ്റ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇതിൻ്റെ ഒരു റിസൾട്ട്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. കാരണം ഇങ്ങനെ ഒരു റിസൾട്ട് വരുമോ, ഇത്രയും ചേഞ്ച് വരുമോ എന്ന് തോന്നിപ്പോവും. സീ ദ റിസൾട്ട്. 4200 ഗ്രാഫ്റ്റിൽ ഫ്രണ്ട് ഹെയർ ലൈൻ ചെയ്തിരിക്കുന്ന, ഹെയർ ലൈൻ മാത്രമല്ല ഫുൾ ഹെഡ് സർജറി ചെയ്തിരിക്കുന്ന ഒരു റിസൾട്ടാണ്. ഫ്രണ്ടിൽ നല്ല ഹൈ ഡെൻസിറ്റിയും മിഡിലൊക്കെ മീഡിയം ഡെൻസിറ്റി കൊടുത്തിരിക്കുകയാണ്. ബട്ട് ഹെയർ കോംബ് ചെയ്യുമ്പോൾ അതെല്ലാം കവറായി പോകും. ഇനിയും ഗ്രാഫ്റ്റ് എടുക്കാനുള്ള ഡോണർ ബാക്കിയുണ്ട്. സോ അതിന് ക്രൗൺ ഏരിയ അല്ലെങ്കിൽ മിഡിൽ എപ്പോഴെങ്കിലും തിന്നിങ് വരികയാണെങ്കിൽ വീണ്ടും ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഗ്രാഫ്റ്റ് തലയിൽ ബാക്കിയുണ്ട്. സോ വെരി എക്സൈറ്റിംഗ് റിസൾട്ടാണ്. നിങ്ങൾ ഈ റിസൾട്ടിനെ പറ്റി നിങ്ങൾ അഭിപ്രായം പറയുക. കാരണം അദ്ദേഹത്തിൻ്റെ ബിഫോർ ഫോട്ടോവും ആഫ്റ്റർ ഫോട്ടോ കാണുമ്പോൾ എങ്ങനെ തോന്നി നിങ്ങൾക്ക്, ഹെയർ ലൈൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ പോസിറ്റീവ് നെഗറ്റീവ് പറയട്ടോ. നോ നീട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണോ അഭിപ്രായം പറയാം. സോ തീർച്ചയായിട്ടും ഹെയർ ട്രാൻസ്ഫർ സഫാരി ഈ ഒരു മൺസൂൺ സീരീസിൽ ഞാൻ ചെയ്യുന്ന റിസൾട്ട്സ് വെരി മച്ച് എക്സൈറ്റിംഗ് റിസൾട്ട്സ് ആയിരിക്കും. ഇത് നമ്പർ 2 ആണ്. നമ്മുടെ ടാർഗറ്റ് 100 ദിവസം 100 റിസൾട്ട്. അതാണ് മൺസൂൺ സീരീസ്. സോ കൂടിക്കോളും, ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. സെലിബ്രിറ്റീസിൻ്റെ റിസൾട്ട്സ് അടക്കം ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇവർക്ക് സാധാരണക്കാരാണ്, ഒരു സെലിബ്രിറ്റിയോ അല്ല, സാധാരണക്കാരുടെ റിസൾട്ട്സ് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ഹെയർ ട്രാൻസ്ഫർ സഫാരി. ഐ വിൽ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സൂൺ. ബൈ.